ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച വളരെ സംഭവബഹുലമായിരുന്നു. മാർക്കറ്റ് 8 നില പൊട്ടി. നമ്മുടെ കയ്യിലൊന്നും മാർക്കറ്റ് നിന്നില്ല. നമ്മൾ പറഞ്ഞ ലെവലുകൾ ഒന്നും റെസ്പെക്റ്റ് ചെയ്തില്ല. കാരണം അവിടെ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ, അതായത് ഇങ്ങനെ യുദ്ധം, ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലെവലുകൾക്കൊക്കെ വളരെ പ്രാധാന്യം കുറവായിരിക്കും. ലെവലുകളൊന്നും റെസ്പെക്റ്റ് ചെയ്യുകയില്ല. ഒരു നോർമൽ മാർക്കറ്റിൽ മാത്രമേ നമ്മുടെ ലെവലുകളും ബാക്കി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ മാർക്കറ്റ് ഭയങ്കര സെൽ ഓഫിലോട്ട് പോകും. അപ്പം ഭയങ്കര ഫോളായിരിക്കും. നമുക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, വരുമ്പം വല്ല ആ വീഴുന്ന മാർക്കറ്റ് വല്ല PE വല്ലതും എടുത്ത് രക്ഷപ്പെടാനോ എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അതാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. കഴിഞ്ഞ ആഴ്ച വളരെ 2 ദിവസവും ഭയങ്കര സെൽ ഓഫ് ആയിരുന്നു. ഏകദേശം 2 ദിവസം കൊണ്ട് ഏകദേശം എത്ര പോയിൻ്റ് വീണു? 226, ഏകദേശം ഒരു 400-450 പോയിൻറ്റോളം 2 ദിവസം കൊണ്ട് മിഡ് ക്യാപ്പ് താഴെ പോയി. ഓക്കെ, അപ്പം നമ്മളിനിയും ലെവലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞ ലെവൽ പൊട്ടി. അതായത് 12,950 ആയിരുന്നു മാക്സിമം. അവിടെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിച്ചത്. പക്ഷേ അത് പൊട്ടി. പൊട്ടാനുള്ള കാരണം ഇതായി ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ആണ്, വേറെ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്തത് മാർക്കറ്റ് ഇപ്പം വന്ന് നിൽക്കുന്നത് നമ്മുടെ ലെവല് 12,790 എന്ന് പറഞ്ഞൊരു ഒരു ലെവലുണ്ടായിരുന്നു. 12,790 ഇത് അല്ലേ? ആ 12,790 വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് ചെറുതായിട്ടൊരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു വീക്ക് ഉണ്ട് കണ്ടോ. കറക്റ്റായിട്ട് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് ചിന്തിക്കാനുള്ളത് മാർക്കറ്റ് തിരിച്ച് കയറുമോ ഇല്ലയെന്നുള്ളതാണ്. ഇന്നലത്തെ ഡൗ ജോൺസിൻ്റെ ക്ലോസിങ് വെച്ചിട്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഡൗ ജോൺസ് നാസ്ഡാക്കും ഒക്കെ ഇന്നലെ ഒരു 300 പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ചുവട് പിടിച്ച് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് നാളെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ്, നാളെയല്ല തിങ്കളാഴ്ച ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, നിലവിലെ ഈ ശാന്തത മുന്നോട്ട് ഇതുപോലെ തന്നെ പോകുകയാണെങ്കിൽ മാത്രം, കാരണം നാളെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതുപോലെ തന്നെ ഈ ശാന്ത സ്വഭാവത്തോടെ മാർക്കറ്റ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എല്ലാം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ഒരു ഗ്യാപ്പപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗ്യാപ്പപ്പ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 പോയിൻറ്റിന് മേളിലെങ്കിലും ഒരു ഗ്യാപ്പപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നിലവിലത്തെ സിനാരിയോ വെച്ച്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല, നാളെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിലവിലത്തെ സിനാരിയോ വെച്ചിട്ട് ഒരു 100 പോയിൻ്റെങ്കിലും ഒരു ഗ്യാപ്പപ്പ് മിഡ് ക്യാപ്പിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് മാർക്കറ്റ് കയറുമോ ഇല്ലയോ, അടുത്ത ലെവലുകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പം ഈ മാർക്കറ്റ് നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം ആണ് കാണണമെങ്കിൽ മാർക്കറ്റ് 13,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. 13,000-ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഫർദറായിട്ട് മിഡ് ക്യാപ്പിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തടത്തോളം കാലം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് 13,000-ന് സ്പോട്ട് 13,000-ന് താഴെ ട്രേഡ് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയായിരിക്കും. 13,000 ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 13,000-ന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റും ഒരു അപ്സൈഡ് ഒരു ഫർദർ മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനിയും ഇത് നാളെ പൊട്ടുവാണെങ്കിലും 13,000-ന് മുകളിൽ പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് 13,400-ന് മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? കറക്റ്റായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. 13 വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ. 13,400-ന് മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഇല്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 13,400-ന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഫർദറായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ താഴെ തന്നെ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 12,790 സപ്പോർട്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 12,812 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ താഴെ പിന്നെ നമുക്കൊരു സപ്പോർട്ട് പറയാനുള്ളത് 12,600. ഈ 12,600 പൊട്ടിയാൽ, ഈ 12,600 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഈ ട്രെൻഡ് ലൈനാണ് പിന്നെ അടുത്ത
സപ്പോർട്ടെന്ന് പറയുന്നത്. ഓക്കെ, ഈ 12,600 പൊട്ടിയാൽ 12,600 പൊട്ടിയാൽ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ നോക്കുക. ഈ ട്രെൻഡ് ലൈനിൽ എന്ത് സംഭവിക്കുന്നത് നോക്കിയിട്ട് മാത്രമേ പിന്നെ ഫർദറായിട്ട് നമുക്കൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് വീക്കിലി ബേസിസിൽ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല, കാരണം സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാനത് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പം ഇനിയും നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനി നമ്മുടെ ഈ വെയിറ്റേജ് സ്റ്റോക്കുകളിലൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സെബിയുടെ റൂളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആശങ്കകൾ മാർക്കറ്റിലുണ്ടായിരുന്നു എല്ലാവർക്കും. നമുക്ക് 8ൻ്റെ പണിയായോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി വീഡിയോകൾ ഞാൻ കണ്ടു. ഇത് ബയേഴ്സിന് പണിയാകും, 8ൻ്റെ പണിയാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ നമ്മൾ പരിപാടി നിർത്തി പോയേ പറ്റത്തുള്ളൂ, നമ്മൾ തൂത്തെറിയപ്പെടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ യൂട്യൂബിൽ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള വ്യൂവിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ ഐ ബട്ടണിൽ അത് കൊടുത്തേക്കാം, അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ് എൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ബയേഴ്സിന് എപ്പോഴും ഗുണമായിട്ട് മാത്രമേ മാറത്തുള്ളൂ. ഞാൻ ഇതിനിടയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ലാസ്റ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് കാണേണ്ടവരെന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അത് ഉപകാരപ്പെടും, നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിരിക്കും. ഓക്കെ, അപ്പം ഇത് കാണുന്നവർ ജസ്റ്റ് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ആരും കാണാത്ത ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത് കാണുന്നത്. ഓക്കെ, ഞാൻ ആ അനലിറ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആൾക്കാർ ഇത് കഴിവതും പേര് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും, അത് എനിക്കൊരു ഹെൽപ്പായിരിക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയുന്നതിൻ്റെ ഇടയിൽ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ വെയിറ്റേജ് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. വെയിറ്റേജ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഡ് ഹോട്ടലാണ്. ഇൻഡ് ഹോട്ടൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സപ്പോർട്ട് ലെവൽ, ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെയാണ് പറഞ്ഞത് അല്ലേ, സപ്പോർട്ട് ലെവൽ നിൽക്കുകയാണ്, സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ്, പിന്നെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പൊട്ടിച്ച് അടുത്ത സപ്പോർട്ടും വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇനി അടുത്ത ഫർദർ ഇങ്ങോട്ടാണോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, ഇവിടുന്ന് തിരിച്ചു കയറുമോ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിഞ്ഞേ ഒക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. പോസിറ്റീവ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. പിന്നെ അടുത്തത് പെർസിസ്റ്റൻ്റ് സിസ്റ്റം ഇതാ സപ്പോർട്ട് പൊട്ടിച്ച് നിൽക്കുകയാണ്. പല പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് പൊട്ടിച്ച് നിന്നിട്ട് തിരിച്ച് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ നോക്കി കണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അടുത്തത് ലൂപ്പിനാണ്. ലൂപ്പിൻ നമ്മൾ ഒരു ഒടിഞ്ഞ വഴംപൊരി ഓർമ്മയുണ്ടോ, വരച്ചിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നല്ലൊരു അപ്സൈഡ് വന്നു, പിന്നെ ഒരു പ്രോഫിറ്റ്സ് ബുക്കിംഗ് വന്നു, പിന്നെ എങ്കിലും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുന്നത് ഇവിടെയും നമുക്ക് നോക്കി കാണണം. അടുത്ത കുമിൻസ് ഇന്ത്യ നല്ല ഡൗൺ ട്രെൻഡിലാണ്. അടുത്ത സപ്പോർട്ടും പൊട്ടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ഫെഡറൽ ബാങ്ക് ഫ്ലാറ്റാണ്. ഓക്കെ, നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ശ്രമത്തിൽ നടക്കുകയാണ്. അടുത്ത HDFC AMC അതും പൊട്ടിച്ച് നിൽക്കുകയാണ്, ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ എന്ത് സംഭവിക്കും നമ്മൾ നോക്കി കാണണം. ഇവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്യുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും സപ്പോർട്ട്, അവിടെ നേരെ തിരിച്ച് കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ. അപ്പോൾ നമുക്കിനിയും എന്താ ചെയ്യുക? ഫ്യൂച്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. ഫ്യൂച്ചറും കൂടെ നമുക്ക് നോക്കാം. ഫ്യൂച്ചർ കണ്ടോ, ഫ്യൂച്ചർ നല്ല പോലെ പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ നല്ലപോലെ പൊട്ടി കറക്റ്റായിട്ട് സപ്പോർട്ട് 12,869 സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് ഇനി ഫ്യൂച്ചർ. ഓക്കെ, അപ്പം ഫ്യൂച്ചർ ഇനി ഫർദർ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്തത് 12,760 ആയിരിക്കും അടുത്ത സപ്പോർട്ട്. ഫ്യൂച്ചറിനകത്ത് നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നും തൽക്കാലം ഇപ്പം പറയാനില്ല. ഇപ്പോൾ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല ഫ്യൂച്ചറിനകത്തിൽ. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിനകത്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഫ്യൂച്ചറിൻ്റെ വോളിയം നോക്കുക. വോളിയം നോക്കിയിട്ട് നമ്മൾ എങ്ങോട്ട് ട്രേഡ് ചെയ്യുന്നുള്ളത് നോക്കി മാത്രമേ നമുക്കൊരു ഫർദർ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇൻട്രാഡേ എന്താണ്, തിങ്കളാഴ്ച നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. തിങ്കളാഴ്ച നമുക്കൊരു ട്രേഡ് എടുക്കാൻ മാർക്കറ്റ് ഇവിടുന്നൊരു ബൗൺസ് ബാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. 12,790 ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മേലോട്ട് കയറാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഇവിടുന്ന് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പൊട്ടൽ ഇവിടുന്ന് താഴോട്ട്. ഓക്കെ, 12,790 12,600 ഇതായിരിക്കും
അടുത്ത പൊട്ടൽ. അതിന് ശേഷം അടുത്തത് വീഴുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ വരെ, ഈ ട്രെൻഡ് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഥകളെല്ലാം തീർന്നു, പിന്നെ നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ എങ്ങനെ പൊട്ടുന്നു, എന്ത് സംഭവിക്കുന്നു, 12,480 വരും ഈ റേഞ്ചിൽ വരുമ്പോൾ. അങ്ങനെ വന്നാൽ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. അപ്പോൾ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയെങ്കിൽ, തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പിലാണ് നമുക്കൊരു റേഞ്ച് വരയ്ക്കാം. ഒരു റേഞ്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റായിട്ടൊരു റേഞ്ച്. ഇത് നമുക്ക് വരയ്ക്കാം. ഇത് 12,884 ഭയങ്കര ഹൈ റേഞ്ചാണ്. പക്ഷേങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്താൽ നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ചിലപ്പം ഒരു ഗ്യാപ്പ് അപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇതിനകത്തുള്ള സെൻറ്റിമെൻറ്റ്സ് ഒരു 100 പോയിൻ്റ് ഉണ്ട്, ഏകദേശം 100 പോയിൻ്റ് അടുത്തുണ്ട്. ഈ 100 പോയിൻറ്റിനകത്ത് എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എവിടുന്ന് എങ്ങോട്ട് മാർക്കറ്റ് തിരിയുന്നു നോക്കിയിട്ട് മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് മോളോട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഈ 12,960 13,000 കയറണം മാർക്കറ്റ്. ഇതിനകത്ത് കയറിയെങ്കിലേ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 13,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഫർദർ മൂവ് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇവിടെ ഒരു സബ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇതും കൂടെ നമുക്ക് വരച്ചിട്ടേക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ എത്രയായി? 13,067. നിലവിൽ നിൽക്കുന്നത് 13,825. ഒരു 200 പോയിൻ്റ് ഓൾറെഡി നമ്മൾ വരച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അടുത്ത അപ്സൈഡ് നമുക്ക് വരയ്ക്കാനുള്ളത് അത് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ തൽക്കാലം 2 വരച്ചാൽ മതി. നമുക്ക് നോക്കാം. അന്നേരം ഇപ്പം പിന്നെ മാർക്കറ്റ് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരപ്പോൾ നോക്കണോ എന്തൊരു നോക്കിക്കോട്ടെ. എന്നാൽ വേറെ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതുണ്ട്. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതൊരു സംഭവം. ഇത് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ ഒരെണ്ണം വരച്ചിട്ടേക്കാം. ഇനി നിങ്ങൾക്കൊരു വിഷമം വരണ്ട. ഓക്കെ, 13,164. ഇത്രയും സംഭവങ്ങളുണ്ട്. ഇത് 13,000 നമ്മുടെ കട്ട സപ്പോർട്ടാണ്. ഇവിടുന്ന് എങ്ങോട്ട് മാർക്കറ്റ് തിരിയുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തേക്കുള്ള ഇൻട്രാഡേ ലെവൽ. നിങ്ങളുടെ ചാർട്ടിനകത്ത് നിങ്ങളിത് വരച്ചിടുക. ഓക്കെ, എങ്കിൽ തന്നെ ഇത്രയും പറഞ്ഞെങ്കിലും ഇതൊന്നും വർക്ക് ചെയ്യണമെന്നില്ല. ഗ്ലോബലി എന്തെങ്കിലും വെടിപൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകത്തേ ഉള്ളൂ. ഒരു പ്രയോജനം കാണത്തില്ല, നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. മാർക്കറ്റ് എവിടെയെങ്കിലും സെറ്റിൽ ആവുന്നതിന് ശേഷം മാത്രം നമുക്കൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലെവലുകളൊക്കെ കറക്റ്റായിട്ട് ലൈവ് ടൈമിൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഈ ലെവലുകളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ലിങ്ക് വഴി നിങ്ങൾക്ക് അവിടെ കയറാം. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവായിട്ടുള്ള ലെവലുകളും അപ്ഡേറ്റ്സുകളും ഒക്കെ കിട്ടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചേരാൻ ശ്രമിക്കുക. ഓക്കെ, കഴിവതും നിങ്ങൾ ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് എവിടെയാണോ കാണുന്നത്, എവിടെ നിങ്ങൾ കണ്ടാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ ഇത് കണ്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനൂടെ ഒന്ന് ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ കണ്ടാലും നമുക്ക് ഒരു ഈ മിഡ് ക്യാപ്പിന് തന്നെ ഒരു ഫേസ്ബുക്കിൻ്റെ പേജും ഉണ്ട് കേട്ടോ. ആ ഫേസ്ബുക്കിൻ്റെ പേജ് കൂടി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ആ പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതും ഈ അപ്ഡേറ്റ്സും നമ്മുടെ വീഡിയോകളെല്ലാം അവിടെയും വരും. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.